അടുത്തൊരു സംഭവം എന്താണ്? ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഓർ ഇൻഡ്യൂസ്ഡ് കറണ്ട് വെൻ കണ്ടക്ടർ ഈസ് മൂവ്ഡ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. ഒന്നുമില്ല, നമ്മുടെ ബോർഡിൻ്റെ പ്ലെയിനിന് ഇതാണ് പ്ലെയിൻ, പിന്നെ പെർപെൻഡിക്കുലറായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വെച്ചോ. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം ഇൻഡ്യൂ ഫീൽഡ് ആണല്ലേ. അപ്പോൾ ബോർഡിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്, അങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്, നമുക്കറിയാം. ഇവിടെ ഒരു കണ്ടക്ടറിനെ മൂവ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ഒരു കണ്ടക്ടർ, അതായത് ഇതൊരു കണ്ടക്ടറാണ്, ഇപ്പോൾ എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിനെ ഇങ്ങനെ ഞാൻ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. എന്ത് സംഭവിക്കും? ഇങ്ങനെ മൂവ് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയല്ലേ, അപ്പം മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ടാണ് ഇങ്ങോട്ട് ഇടിച്ചു കയറ്റുന്നത് ആണല്ലോ. അപ്പം മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് ഈ കമ്പിയെ ഓടിച്ച് കയറ്റിയാൽ ഈ കമ്പിക്ക് എത്ര എൻഡുണ്ട്? 2 എൻഡുകളുണ്ട്. 2 എൻഡുകൾക്കിടയ്ക്ക് എന്തുണ്ടാവും? ഇ എം എഫ് ഉണ്ടാവും. ഈ കമ്പിയെ നമ്മൾ എന്തുമായിട്ടെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ആ കമ്പിയിൽ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു റൂളുണ്ട്. അതാണ് നമ്മുടെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. എന്താണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. റൂളിൻ്റെ പേരെന്താണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറഞ്ഞു. അതുപോലെ സിമിലർ തന്നെയാണ്. നിങ്ങളുടെ 3 റൈറ്റ് ഹാൻഡ് എടുക്കുക. ആദ്യം റൈറ്റ് ഹാൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. നോക്കൂ, റൈറ്റ് ഹാൻഡ് ഐഡൻറ്റിഫൈ ചെയ്തോ? അതിനെ ഐഡൻറ്റിഫൈ ചെയ്തു, തെറ്റിപ്പോകരുത്. 4 ഫിംഗർ എന്തിനെ തന്നെയാണ് കാണിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ്. 4 ഫിംഗർ എന്തിനെ കാണിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഞാൻ എഴുതാം 4 ഫിംഗർ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നു. ഇനി അടുത്ത തമ്പ് നോക്കൂ. തമ്പ് എന്തിനെ കാണിക്കുന്നു? പറ. തമ്പ് എന്തിനെ കാണിക്കുന്നു? പറ. തമ്പ് എന്ന് പറയുന്നത് മോഷൻ്റെ ഡയറക്ഷൻ, അതായത് വെലോസിറ്റിയെ കാണിക്കുന്നു. കമ്പിയെ എങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചു എന്ന് കാണിക്കുന്നു. അപ്പോൾ കമ്പിയുടെ വെലോസിറ്റി എങ്ങോട്ടാണ്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ഒരു ഫിംഗർ മിഡിൽ ഫിംഗർ അല്ലേ? ഈ മിഡിൽ ഫിംഗർ എന്തിനെ കാണിക്കുന്നു? ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ കാണിക്കും എന്നാണ് നമ്മുടെ റൂൾ. ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് റൈറ്റ് ഹാൻഡ് ആണെന്ന് അറിഞ്ഞൂടെ? 4 ഫിംഗർ റെപ്രസെൻറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ്. മിഡിൽ ഫിംഗർ ആണോ? അല്ല, തമ്പാണ്. തമ്പ് റെപ്രസെൻറ്റ്സ് മോഷൻ ഓർ വെലോസിറ്റി എങ്ങോട്ടാണ്? ഇനി അടുത്തെന്താണ്? ഈ ഫിംഗർ എന്താണ്? ഈ ഫിംഗർ എന്തിനെ കാണിക്കുന്നു? കറണ്ടിനെ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഓർ ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ. ഒന്നുമില്ല, നിങ്ങൾ സന്തോഷമായിട്ട് പറഞ്ഞു തന്നാൽ മതി. ഇതാണ് നിങ്ങളുടെ കണ്ടക്ടർ ആണല്ലോ. ഇതാണ് നിങ്ങളുടെ കണ്ടക്ടർ. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ബോർഡിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്, ഇൻഡ്യൂറ്റ് ആണ്. ഓക്കെ, അപ്പോൾ കമ്പിയുടെ ലെങ്ത് ഇതാണ്. കമ്പിയെ മൂവ് ചെയ്യിപ്പിക്കുന്നത് ഇങ്ങോട്ടാണ്. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഇതായിരിക്കുന്നു. ബോർഡിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ, ഇൻഡ്യൂറ്റ്. ഇനി കമ്പിയെ മൂവ് ചെയ്യിപ്പിക്കുന്നത് ഇങ്ങോട്ട്, അപ്പോൾ കമ്പിയുടെ വെലോസിറ്റി ഇങ്ങോട്ട്. ഓക്കെ, ഇനി കമ്പിയിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഏത് ഡയറക്ഷനിലുണ്ടാവും എന്ന് പറയണം. ഈ എൻഡിനെ നമുക്ക് പി എന്നും ഈ എൻഡിനെ നമുക്ക് ക്യൂ എന്നും വിളിക്കാം. കറണ്ട് എങ്ങോട്ടുണ്ടാവും? എടുത്തോ? വിരല് എടുത്തു. എല്ലാം സെറ്റ് ചെയ്ത് മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ടൊക്കെ പിടിക്കുക. ഇനിയും പിടിക്കാറുണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ടൊക്കെ പിടിപ്പിച്ച് ഒട്ടിച്ചൊക്കെ വയ്ക്കി നോക്കുക. അല്ല ഞാൻ ഇപ്പോൾ എന്താണ് പറയുക? ഇപ്പോൾ 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ വയ്ക്കുക. വെച്ചു, കണ്ടോ? ഇനി അടുത്ത തമ്പ് മോഷൻ്റെ ഡയറക്ഷനിൽ വെച്ചു. കമ്പി ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യിപ്പിക്കുന്നത്, അങ്ങോട്ട് വെച്ചു. കണ്ടോ? അപ്പോൾ 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി തമ്പ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ദാണ്ട് ഈ ഫിംഗർ താഴോട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ ഈ ഫിംഗർ കാണിക്കുന്നത് താഴോട്ടാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ട് താഴോട്ടാണ്. ഈ കമ്പിയിൽ കറണ്ട് ഉണ്ടായത് താഴോട്ടാണ്. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടായ? അപ്പോൾ ഈ രീതിയിൽ എന്തിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. സൂക്ഷിച്ച് ചെയ്യണം, തെറ്റിച്ചു കളയരുത്. എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ പെർപെൻഡിക്കുലറായിട്ട് ഒരു കമ്പിയെ മൂവ് ചെയ്യിപ്പിച്ചാൽ കമ്പിയിൽ എന്തുണ്ടാവും? ചക്കയുണ്ടാവും. എന്തുണ്ടാവും? ചക്കയാണോ മാങ്ങയാണോ? എന്താണ് ഉണ്ടാകുന്നത്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂളാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. 4 ഫിംഗർ എന്താണ്? ഫീൽഡിനെ കാണിക്കുന്നു. തമ്പ് എന്തിനെ കാണിക്കുന്നു? പറ. വെലോസിറ്റിയെ കാണിക്കുന്നു. ഈ മിഡിൽ ഫിംഗർ എന്തിനെ കാണിക്കുന്നു? പറ. കറണ്ടിനെ കാണിക്കുന്നു. അപ്പോൾ പറയും, സ്ട്രെച്ച് ദ 4 ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് ഓഫ് റൈറ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ്. ഈ 4 ഫിംഗർ റെപ്രസെൻറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ്, thumb represents a direction of motion of conductor, then middle finger represents a direction of induced current or induced EMF. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? സോൺസ് അഗൈൻ പറയും. Stretch the 4 finger, middle finger and the thumb of right hand in mutually perpendicular directions. If 4 finger represents magnetic field, thumb represents a direction of motion of conductor, then the middle finger represents direction of induced current or induced EMF.
എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ ഇതാണ്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണം. അപ്പോൾ ലിസൺ പ്രോപ്പർലി. So in this situation there is a magnetic field perpendicular to the plane of board into it. So this is the direction of magnetic field. This is your conductor. It is moved with a velocity v like this. So magnetic field in a perpendicular velocity. Okay, then what will be developed? Induced EMF will be developed. So or induced current will be developed. So how can you find the direction? Take say forefinger velocity, then ഈ മിഡിൽ ഫിംഗർ എങ്ങോട്ടാണ്? താഴോട്ടാണ് വരുന്നത്. സോ ഇറ്റ് ഷോസ് വാട്ട്? ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. സോ ഹിയർ ഇറ്റ് ഈസ് ഫ്രം പി ടു ക്യൂ. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? പി നിന്ന് ക്യൂയിലോട്ടാണ്. ഇറ്റ് ക്ലിയർ? ബുദ്ധിമുട്ടായിട്ടുണ്ടായ. ഇനി അടുത്തത് ഓർത്ത് വയ്ക്കണം. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടാണ് നിങ്ങളുടെ കമ്പിയെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടാണ് നിങ്ങളുടെ കണ്ടക്ടറിനെ മൂവ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ നോ ഇ എം എഫ് ഈസ് ഡെവലപ്ഡ്. ഓർത്ത് വെച്ചോണം. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടല്ലേ മക്കളെ? അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിനെ പാരലായിട്ട് നിങ്ങൾ മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നോ ഇ എം എഫ് ഈസ് ഡെവലപ്ഡ്. എന്താണെന്ന് ചോദിച്ചാൽ ഇ എം എഫ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കമ്പി ചേഞ്ച് ആവണം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ പാരലായിട്ട് മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കമ്പി വിൽ നോട്ട് ചേഞ്ച്. സോ നോ ഇ എം എഫ്, no current. ഓർത്ത് വെച്ചോണേ. So listen properly. So when the conductor is moved parallel to the magnetic field, what happens? Magnetic flux linked with the conductor will not change. So no EMF, no current developed. Okay, അടുത്തതിലേക്ക് പോകാമല്ലോ. അടുത്ത സംഗതിയിലേക്ക് പോകാം. നല്ലൊരു ഡെറിവേഷനാണ് ഞാൻ ഇനി പഠിപ്പിക്കുന്നത്. നല്ല ബോധത്തോടെ ഇരിക്കണം. So listen. Induced EMF developed in a conductor when moved perpendicular to magnetic field. ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ പെർപെൻഡിക്കുലർ ആയിട്ട് ആരെ നിങ്ങൾ ഓടിച്ചു കയറ്റുന്നു? ഒരു കമ്പിയെ മൂവ് ചെയ്യിപ്പിച്ചാൽ അതിനകത്ത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകുന്നു. അപ്പോൾ ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എത്രയെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇരിക്കണം. ഒന്നുമില്ല. നോക്കൂ, ഞാനൊരു കമ്പി എടുക്കാം. നോക്കൂ, ഒത്തിരി വണ്ണമുള്ള കമ്പിയാണെന്നിരിക്കട്ടെ. നമ്മുടെ ഈ ബോർഡിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഡയറക്ഷൻ കണ്ടാൽ അറിയാം. പ്ലെയിൻ ഓഫ് ബോർഡിന് പെർപെൻഡിക്കുലറാണ്, ഇൻഡ്യൂറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഒരു കണ്ടക്ടർ ഇതായിരിക്കും. ഓക്കെ, ഒരു കമ്പിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പി വെച്ചിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. ഒരു കമ്പിയാണ്, ഇത്തിരി വണ്ണത്തിൻ്റെ ഇരിക്കട്ടെ. ഈ കമ്പിയിൽ ശ്രദ്ധിക്കൂ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതായി ഇവിടെ വേറൊരു പോർഷൻ കണ്ടോ? ഓക്കെ, ഇതിനെ പി എന്നും ക്യൂ എന്നും വിളിക്കാം. ഇവിടെ ആറും ഇവിടെ എസ്. അപ്പോൾ പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കുലർ കമ്പിയാണ്. ഇതിൽ ഈ പി ക്യു എന്ന് പറയുന്ന ഈ സെക്ഷൻ, ഈ പി ക്യു എന്ന് പറയുന്ന സെക്ഷൻ്റെ ലെങ്ത് ആണ് എൽ കേട്ടോ. പി ക്യു എന്ന് പറയുന്ന സെക്ഷൻ്റെ ലെങ്ത് എത്രയാ? എൽ ആണ്. ഇനി ഈ സൈഡിൻ്റെ ലെങ്ത് എക്സ് ആണെന്നിരിക്കട്ടെ. ഈ സൈഡ് എത്ര? എക്സ്. അവിടെ ഇരുന്നോട്ടെ. ഇനി ഈ പി ക്യു എന്ന് പറയുന്നത് മൂവബിൾ ആണ്. പി ക്യു എന്തോന്നാണ്? മൂവബിൾ ആണ്. പി ക്യുവിനെ നിങ്ങൾക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഈ പി ക്യുവിനെ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിച്ചു. എത്ര വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യിപ്പിച്ചതെന്നറിയാമോ? വി വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ കണ്ടക്ടർ എന്ന് പറയുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ പി ക്യു ആണ്. എന്തിനാണ് ഞാൻ ഇതിങ്ങനെ വെച്ചത്? ഈ മഹാഭാവം ഞാൻ എന്തിനു ചെയ്തു പറ? ഇങ്ങനെ ചെയ്താലേ ഇതെന്താവും? ഒരു ക്ലോസ്ഡ് ആവും. ക്ലോസ്ഡ് ആയാലേ നമുക്ക് അതിൽ കൂടെ ഉള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ പറയാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് വേണം ഇതെങ്ങനെ ഉണ്ടാക്കും? അതാണ്ട് ഇതുപോലെ ഒരു കമ്പി എടുത്തിട്ടേ, ഇത് എന്ത് പാടാണ് ഇരിക്കുന്നത്, ഇതുപോലെ 2 റിങ് ഇവിടെ പിടിപ്പിച്ചിട്ടേ ഇത് തമ്മിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ ഇതിനെ സുഖമായിട്ട് അങ്ങോട്ട് നീക്കി കൊണ്ടുപോകൂടെ. അപ്പോൾ ഇതാണ് ടെക്നിക്ക്. അല്ലാതെ വേറെ അതിനകത്ത് ഗവേഷണമൊന്നും നിങ്ങൾ നടത്തണ്ട. അപ്പോൾ ഞാൻ ഇത് കിടക്കുന്ന മൊത്തം സാധനം ഞാൻ അങ്ങ് റൈസ് ചെയ്ത് കളയാം. ഓക്കെ, മൊത്തം സാധനം റൈസ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. നോക്കാം. സി, നല്ലൊരു ഡെറിവേഷനാണ് എന്നുള്ള ബോധം വേണം എല്ലാവർക്കും. അപ്പോൾ ഇത് ഒരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിൻ്റെ ഈ പോർഷൻ്റെ പേരെന്താണ്? പി ക്യു എന്നാണ്. പി ക്യു എന്ന് പറഞ്ഞ പോർഷൻ മൂവബിളാണ്. ഈ ബോർഡിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ഇൻഡ്യൂറ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഉണ്ട്. ഓക്കെ, ഈ കമ്പിയുടെ പി ക്യു എന്ന് പറയുന്ന കമ്പിയുടെ ലെങ്ത് എത്രയാണ്? എല്ലാണ്.
ഈ സ്ഥലത്തിൻ്റെ ലെങ്ത് എത്രയാ? ആർ, ഇത് എസ് ആണ്. അപ്പോൾ ആർ ക്യൂ എന്ന് പറയുന്ന സെക്ഷൻ്റെ ലെങ്ത് എത്രയാ? എക്സ് ആണ്. ഓക്കെ, ഇനി ഞാൻ എന്തിന് ഇങ്ങനെ എടുത്തു? ഇങ്ങനെ ക്ലോസ്ഡ് ആയിപ്പോൾ ഈ ക്ലോസ്ഡ് ആയിട്ട് എടുത്ത എന്തിനാണ്? നമ്മൾ ഈ എൽ എന്ന് പറയുന്ന പി ക്യൂ എന്ന് പറയുന്ന സെക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു? മൂവബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം മൂവബിൾ ആകുമ്പോഴത്തേക്ക് അതിനെ മൂവ് ചെയ്യിപ്പിച്ചാൽ അത് മാഗ്നറ്റിക് ഫീൽഡിനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അപ്പോൾ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവണമെങ്കിൽ ഈ പി ക്യൂവിനെ ക്ലോസ്ഡ് ആക്കണം. അതിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. അത്രേ ഉള്ളൂ, പേടിക്കാൻ വേണ്ടിയൊന്നുമില്ല. ഇനി എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരം. പി ക്യു ആർ എസിൻ്റെ ഏരിയ എന്താണ്? എൽ ഇൻറ്റു എക്സ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് എത്രയെന്ന് പറയണം. വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫ്ലക്സ്? കുറേ നാളുകൊണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കുകയാണ്. ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇ ഡോട്ട് ഡി എസ്. അതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സ്, അപ്പോൾ ഇ ഡോട്ട് എ അല്ലെങ്കിൽ അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ബി ഡോട്ട് എ. അപ്പം ബി എ ഡോട്ട് എ എന്നാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ബി ഡോട്ട് എ എന്നാണ്. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ബോർഡിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്, ഇൻഡുവിറ്റ് ആണ്. ഇനി ഇവിടുത്തെ ഇത്രയും സ്ഥലത്തിൻ്റെ ഏരിയ ഒരു വെക്ടറായിട്ട് എടുത്താൽ അതിനും അങ്ങോട്ട് തന്നെ ഡയറക്ഷൻ കൊടുക്കാം. അപ്പം ബി ഡോട്ട് എ എന്ന് പറഞ്ഞാൽ ബി എ കോസ് 0 എന്ന് വരും. എന്ന് പറഞ്ഞാൽ ബി എ എന്ന് വരും. ഓക്കെ, ഇതാണ് ഫ്ലക്സ്. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ആൻസർ പറയണം. ഇവിടുത്തെ ബി തന്നെ. ഇവിടുത്തെ ഏരിയ എന്താണ്? എൽ ഇൻറ്റു എക്സ് എടുത്താൽ ഏരിയ ആയി. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ മാഗ്നറ്റിക് ഫ്ലക്സ്, ഇത്രയും സ്ഥലത്തിൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എത്രയെന്നാണ് ഇപ്പോൾ എടുത്തത്. എന്താണ് ഫ്ലക്സ് എന്ന് പറയുന്നത്? BLX. കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലായി. ഇനി ഈ കണ്ടക്ടറിനെ v വെലോസിറ്റിയിൽ ഇങ്ങോട്ട് തള്ളിക്കയറ്റിയാൽ ഈ കമ്പിയിൽ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നതിനുള്ള കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. എന്താണ് ഇൻഡ്യൂസ്ഡ് EMF ആണുള്ള ഇക്വേഷൻ? മൈനസ് d∅b/dt എന്നാണ്. പേടിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു -2 d/dt ഇട്ടു പറയും. ഈ 5bയുടെ ആൻസർ എന്താണ്? BLX എന്നല്ലേ മക്കളെ? അപ്പോൾ BLX എന്നാണ്, പേടിക്കരുത്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു പറയും. ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു ബി. ഇവിടെ കോൺസ്റ്റന്റ് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തെടുത്തു. ഈ കമ്പിയുടെ ലെങ്തും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അത് രണ്ടും പുറത്തെടുത്തു. മൈനസ് ആൾറെഡി അവിടെ ഉണ്ട്. ബാക്കി d/dt ഓഫ് എക്സ് എന്ന് എഴുതി. എന്താണ് ഞാൻ എക്സിനെ പുറത്തെടുക്കാത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എക്സിനെ എന്തുകൊണ്ട് ഞാൻ പുറത്തെടുത്തില്ല? എക്സ് കോൺസ്റ്റന്റ് അല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല എന്നാണ് ആൻസർ. ഞാൻ ഇവിടെ ഈ കമ്പിയെ അകത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്തു വരും? കുറഞ്ഞു വരും. ശരിയല്ലേ? എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്തു വരും? കുറഞ്ഞു വരും. അപ്പോൾ എക്സ് ഒരു വേരിയബിൾ ആണ്, എക്സ് കോൺസ്റ്റന്റ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. ഇനി ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു -BL അതുപോലെ എഴുതി. dx/dt കണ്ടോ? എന്താണ് dx/dt? സാധാരണഗതിയിൽ dx/dt എന്താണ്? +1 പഠിച്ചതാണ്. വെലോസിറ്റി അല്ലേ? ഇവിടെ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു എന്നൊക്കെ വിചാരിച്ചോളൂ. എങ്ങനെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് വിചാരിച്ചു. ഞാൻ -v എന്ന് വിളിച്ചു. എന്താണ് വിളിച്ചത്? -v. ഒരുപാട് രീതിയിൽ ഇത് പറയാറുണ്ട്. ഇപ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിലായതുകൊണ്ട് -v എന്ന് എടുത്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഏരിയ ഇവിടുത്തെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് കുറയുന്നത് കൊണ്ട് -v എന്നൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ. ഇവിടെ dx/dtക്ക് വേറെ എന്തെന്ന് എഴുതണം? -v. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു BLV എന്നായില്ലേ? കിട്ടിയടാ. അപ്പോൾ ഈ കമ്പിയിൽ ഒരു കമ്പിയെ മാഗ്നറ്റിക് ഫീൽഡിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഓടിച്ചു കയറ്റിയാൽ കമ്പിയിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF കിട്ടി. ഇൻഡ്യൂസ്ഡ് EMFന്റെ ആൻസർ പറയൂ, BLV എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കമ്പിയിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? കമ്പിയിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? പറയൂ. കറണ്ട് ഈസ് ഈക്വൽ ടു, കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? v ഈക്വൽ ടു IR എന്നല്ലേ? അപ്പോൾ I ഈസ് ഈക്വൽ ടു v/r എന്നെങ്കിലും ചിന്തിച്ചൂടെ? I ഈക്വൽ ടു v/r. ഇവിടെ v എന്ന് പറയുന്ന ഇൻഡ്യൂസ്ഡ് EMF ആണ്, r എന്നാണ്. ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF എത്രയാ? BLV ആണ്. BLV ആണ് ഡിവൈഡഡ് ബൈ r. ഇപ്പൊ നിങ്ങൾക്ക് എന്തിന്റെ ആൻസർ ആയി? ഇൻഡ്യൂസ്ഡ് EMFന്റെ ആൻസർ ആയി, ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെയും ആൻസർ ആയി. കുഴപ്പം വല്ലതും തോന്നിയോ? അപ്പൊ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ആൻസർ ആയി. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം, നോക്കൂ, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെയുള്ള ഗുരുക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഈ PQ എന്ന് പറയുന്ന ആമിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഈ ആമിൽ എന്തുണ്ടായി എന്നാണ് ഇപ്പോൾ പറഞ്ഞത്? ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഈ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഈ കമ്പി മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ട് ഓടിക്കറിയാൽ അതിലെ കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മുടെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നു. 4 ഫിംഗർ തമ്പ് കറണ്ട് താഴോട്ടാണ്. അപ്പൊ ഈ കമ്പിയിൽ ഉണ്ടാകുന്ന കറണ്ട് P എന്ന് ക്യൂവിലോട്ടാണ്. അപ്പൊ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ അത് കണ്ടുപിടിച്ചു. ഇതുവരെ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം,
ഈ പി ക്യു എന്ന് പറയുന്ന കമ്പി ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പിയല്ലേ? ഇപ്പോൾ പി ക്യു എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പിയാണ്. ഈ കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പി ഇരിക്കുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്തല്ലേ? ആണ്. കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പി ഇരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്താണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ പുറത്ത് ഒരു ഫോഴ്സ് കൊടുക്കൂലേ? മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? പറ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു IL ക്രോസ് ബി എന്നാണ്. IL ക്രോസ് ബി എന്നാണ് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ കമ്പിയിൽ കറണ്ട് പോകുന്ന ഡയറക്ഷനാണ് എല്ലിന്റെ ഡയറക്ഷൻ. ഓക്കെ. ഇനി മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. അപ്പൊ എല്ലിനും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? 90 ആണ്. അപ്പൊ ഇതെന്ത് വരും? F ഈസ് ഈക്വൽ ടു പറയും A ക്രോസ് ബി എന്ന് പറഞ്ഞാൽ AB സൈൻ തീറ്റ. അപ്പൊ L ക്രോസ് ബി എന്ന് പറഞ്ഞാൽ LB സൈൻ തീറ്റ. തീറ്റ ഇവിടെ 90 ആണെന്ന് ഞാൻ പറഞ്ഞു. സൈൻ 90 എത്ര? 1. അപ്പൊ എഫിന്റെ ആൻസർ പറയൂ ILB എന്നാണ്. അതായത് ഈ കമ്പിയെ നിങ്ങൾ ഇങ്ങോട്ട് നീക്കുന്ന സമയത്ത് ഈ കമ്പിയിൽ ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ടുള്ള കമ്പി ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്താണ് ഇരിക്കുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡ് കമ്പിയിൽ ഒരു ഫോഴ്സ് കൊടുക്കും. ഫോഴ്സിന്റെ ആൻസർ ILB എന്നാണ്. ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ ഈ കമ്പിയിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് കൊടുക്കും? ഫോഴ്സ് കൊടുക്കും. ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഏത് റൂൾ ഉപയോഗിക്കും? നോക്കൂ, കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പി മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്തിരുന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള റൂൾ ഏതാണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. മറന്നുപോയോ? അപ്പൊ 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നു, മിഡിൽ ഫിംഗർ കറണ്ടിനെ കാണിക്കുന്നു. ഫോഴ്സ് എങ്ങോട്ടാണെന്ന് നോക്കൂ, റൈറ്റിലോട്ടല്ലേ കാണിക്കുന്നത്. കണ്ടോ? അപ്പൊ എന്താണ് ഇപ്പൊ പറഞ്ഞത്? ഈ കമ്പിയെ ഈ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് തള്ളും. അടിപൊളി പരിപാടി. നോക്കൂ, ഇത്രയും നേരം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് ഒരു കമ്പിയെ അങ്ങോട്ട് തള്ളിക്കയറ്റിയപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളെ ഇങ്ങോട്ട് തള്ളുമെന്ന്. അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് കമ്പിയെ ഇങ്ങനെ തള്ളിക്കയറ്റുന്നത് അത്ര എളുപ്പമല്ല. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു പുഷ് വരും. അപ്പം നമ്മളിവിടെ തള്ളിക്കയറ്റണമെങ്കിൽ നമ്മൾ പവർ സ്പെൻഡ് ചെയ്യേണ്ടി വരും. എത്ര പവർ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. പവർ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പൊ പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സിന്റെ ആൻസർ ILB എന്നാണ്. ഓക്കെ, ILB എന്നാണ്, ഇൻറ്റു V എന്നാണ്. പേടിച്ചില്ല. അപ്പൊ പവർ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഐയുടെ ആൻസർ എത്ര മക്കളെ? വാട്ട് ഈസ് I എന്ന് പറയുന്നത് BLV/R എന്നാണ്. ബാക്കി LBV. അപ്പൊ പവറിന്റെ ആൻസർ പറയൂ B² L² V² ഡിവൈഡഡ് ബൈ R എന്ന് കിട്ടിയോ? അപ്പോൾ ഈ കമ്പിയെ മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്തോട്ട് തള്ളിക്കയറ്റണമെങ്കിൽ നിങ്ങൾ പവർ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ പവറിന്റെ ആൻസർ എന്താണ്? B² L² V² ഡിവൈഡഡ് ബൈ R എന്നാണ്. അടിപൊളിയല്ലേ? അപ്പോൾ ഇൻഡ്യൂസ്ഡ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കമ്പിയെ തള്ളിക്കയറ്റിയാൽ കമ്പിയിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഇൻഡ്യൂസ്ഡ് EMFന്റെ ആൻസർ BLV ആണ്. അപ്പോൾ ആ കമ്പിയിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. കറണ്ടിന്റെ ആൻസർ BLV ഡിവൈഡഡ് ബൈ R എന്നാണ്. R എന്ന് പറഞ്ഞാൽ കമ്പിയുടെ റെസിസ്റ്റൻസ് ആണ്. ഇനി അടുത്തെന്താണ്? അങ്ങനെയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ആ കമ്പിയെ ഇങ്ങോട്ട് തള്ളും. ആ തള്ളൽ എത്രയെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തെന്താണ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് തള്ളിക്കയറ്റാൻ വേണ്ടി പവർ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പവറിൻ്റെ ആൻസർ എന്താണ്? B² L² V² ഡിവൈഡഡ് ബൈ R എന്നാണ്. അല്ല അടിപൊളി സാധനമല്ലേ? എല്ലാം ഞെട്ടിപ്പ് തന്നെ അല്ലേ? അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് വിചാരിച്ചു, അവിടെ നിന്ന് പണി തിരിച്ചു വരുന്നുണ്ടോ? അപ്പോൾ ഓർത്തിരിക്കാനുള്ളത് നേരത്തെ നമ്മൾ കണ്ട കാര്യം, ഒരു കോയിലിൻ്റെ അകത്തോട്ട് ഒരു മാഗ്നറ്റിനെ ഇടിച്ചു കയറ്റാൻ പാടാണ്, വലിച്ചു വരാനും പാടാണ്. അതുപോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് ഒരു കമ്പിയെ നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെയായിട്ട് നീക്കുന്നത് അത്ര സുഖമല്ല, ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ ചെയ്യുന്ന വർക്കാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ എന്തിനെ ഒബേ ചെയ്യുന്നു എന്നർത്ഥം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ ഒബേ ചെയ്യുന്നു എന്നാണ് എൻ്റെ മീനിങ്. അപ്പം ഞാൻ ഈ ബോഡി കിടക്കുന്നത് മൊത്തത്തിൽ ഒന്നുകൂടെ പറയും. ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കും. ഒബ്റ്റെയിൻ ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്ഡ് ഇൻ എ കണ്ടക്ടർ വെൻ മൂവ്ഡ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് എന്നാണെങ്കിൽ നമ്മുടെ ആൻസർ ഇതുവരെ വെച്ച് നിർത്താം. ആൾസോ ഒബ്റ്റെയിൻഡ് ഇൻഡ്യൂസ്ഡ് കറണ്ട്, വാട്ട് ഈസ് എ പവർ റിക്വയർഡ് ഫോർ ദിസ് പ്രോസസ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടം വരെ എഴുതി പണ്ടാരം അടക്കണം. ഓക്കെ, അപ്പോൾ എനിവേ ഐ വിൽ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് ആൻഡ് ടിൽ ദ എൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, സോ ലിസൺ പ്രോപ്പർലി. സി യു കൺസിഡർ, ആദ്യം പടമൊക്കെ വരച്ചിട്ട് നമുക്ക് എഴുതാം അല്ലേ? സി ഓക്കെ, PQ is your conductor. Am I right? Its length is L. Okay.
Then PQ is movable. PQ section alone is movable. Okay. What is the purpose of this remaining section? See, if a conductor is moved in a magnetic field, what will be developed? Induced EMF will be developed. But for the production of induced current, that circuit must be a closed one. Here, if this part is present, the circuit becomes closed. Okay. So I name the entire section as PQRS. Then this section length X, that section length N. Then there is a magnetic field here. It is perpendicular to the plane of board into it. So shall I explain? Consider a conductor PQ of length L moved perpendicular to a magnetic field directed perpendicular to the plane of board into it with a velocity V. Okay. Then what will be developed in it? Induced EMF will be developed in it. So what is the equation to calculate induced EMF? Induced EMF is equal to minus d phi b by dt. Any problem? അവിടെ ഇരിക്കട്ടെ, ബാക്കി ഞാൻ സൈഡിൽ എഴുതാണ്. ഓക്കെ. വാട്ട് ഈസ് ഫ്ലക്സ്? ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ആണെങ്കിൽ ഇ ഡോട്ട് എ, മാഗ്നറ്റിക് ഫ്ലക്സ് ആണെങ്കിൽ ബി ഡോട്ട് എ. ഓക്കെ. മീൻസ് ബി എ കോസ് തീറ്റ. ബി എ കോസ് തീറ്റ. What is magnetic field here? This is magnetic field. The area of this part is area vector. Okay, you represent it like this. So what is angle between B and A? It is 0. So flux becomes BA cos 0. What is it? BA. Any problem? Then flux is equal to B is B. What is the area of this part? L into X. So L into X. So put it here. So induced EMF is equal to minus d by dt. What is flux? BLX. Any problem? Then induced EMF is equal to minus, then B and L taken out, then d by dt x. Okay. Why I am not interested in taking out x? X in enda parataduthu. See why? See, when the conductor PQ is moved inwards, the value of x changes. So x cannot be a constant. It is a variable. Then what is a dx by dt normally? It is velocity. You consider it as negative v. Appo, what is the answer of induced EMF? Induced EMF is equal to minus BL into, you put that as negative v. So induced EMF developed in the conductor is equal to BLV. Any problem? This is answer of induced EMF developed in the conductor. Then what will be the induced current in it? What is the induced current? Just common sense മാത്രം മതി. Induced current I is equal to V by R at least. V by R ന് പകരം E by R. Okay. So induced current is equal to, say, induced current is equal to, what is induced EMF? BLV divided by R. This is the answer of induced current developed in the conductor. Any problem? Now, what is the next? You think, see, what is the direction of the induced current? To find the direction of induced current, which law will use? Fleming's right hand rule. 4-finger magnetic field, thumb motion or velocity, middle finger current. So 4-finger magnetic field, motion, then direction will be downwards. So induced current will be like this. So this is the direction of induced current. Any problem? Then now consider the conductor PQ. It is carrying a current I. It is kept in a magnetic field. So magnetic field will develop, magnetic field will exert a force on it. What is the equation to calculate force? Force another equation parayu. Force is equal to I L cross B. Okay, I L cross B. Then IF is equal to, say, I L B sin theta. Here theta is angle between L and B. What is L? This is the direction of current. So L should be in the same direction. Then what about the magnetic field? Perpendicular to the plane of board into it. So what is angle between L and B? 90. So F is equal to ILB sin 90, 1. Okay. So what is the force acting on the conductor? PQ. It is ILB. Okay. Then force is equal to, what is the answer of I? BLV by R. So BLV divided by R. Then
into LB. Okay. So what is the answer of force? B square L square V divided by R. This is answer of force acting on the conductor. Okay. Then see, what is the direction of the force? What is the direction of force? Current carrying conductor kept in magnetic field. What is the direction of force? Which law will you use? Fleming's left hand rule. 4-finger magnetic field, middle finger current, this one, what? Force. So listen, 4-finger magnetic field, current downwards. So force will be towards right. So this force will be towards right. Okay. So where you are moving your conductor towards left. So magnetic field will exert a force on it towards right. So you have to spend energy. You have to do some work in moving your conductor in this direction. Am I right? You have to spend power. So how much power you have to spend? Power is equal to force into velocity. So power is equal to, what is the force here? B square L square V divided by R. That into V. So power spent is equal to B square L square V square divided by R. This is a power required for this process. So the answer I. So what is the answer of induced EMF? Induced EMF is equal to BLV. What is the answer of induced current? BLV divided by R. What is the answer of force? B square L square V by R. What is the power required for this process? B square L square V square divided by R. What is R? R is the resistance of your conductor. Is it clear? Is it clear? So listen properly. I will explain the entire things once again. Say consider a conductor PQ. Okay, you consider a conductor PQ of length L. It is moved with a velocity V perpendicular to a magnetic field. Okay, then see, I cannot move this conductor alone. What is the purpose of the remaining section? A remaining section. What is the purpose of the remaining section? When I move a conductor perpendicular to a magnetic field, what will be developed in my conductor? An induced EMF will be developed. So for the production of induced current, the circuit must be closed. So this makes the circuit closed. Okay, that's the reason why I am using the remaining part. So listen. Consider a conductor of length L. It is moved perpendicular to a magnetic field with a velocity V. Then the length of the conductor is L. This section RQ is X. Then what will be developed in this conductor? Induced EMF. ഞാൻ വേണമെങ്കിൽ ഇറൈസ് ചെയ്തിട്ട് ഞാൻ എഴുതാം. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. What is the induced EMF developed in the conductor? ചുമ്മാ പറയും മൈനസ് d∅b by dt. ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടായില്ല. ദെൻ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ എഴുതാം. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ആണെങ്കിൽ E ഡോട്ട് എ എന്ന് എഴുതിയാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആവുകൊണ്ട് B ഡോട്ട് എ എന്ന് എഴുതണം. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ലൈക്ക് ദിസ്. ഏരിയ വെക്ടർ ഓഫ് ദിസ് കോയിൽ ഈസ് ആൾസോ, ദിസ് പാർട്ട് ഈസ് ആൾസോ ലൈക്ക് ദാറ്റ്. So angle between B and A is 0. So B dot A becomes BA. Then flux is equal to, say, flux is equal to B as such. Then പറയൂ A എന്താണ്? L into X. കിട്ടി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So induced EMF is equal to minus D by dt. പറയൂ ഫൈക്ക് വരം BLX. ഇനി induced EMF is equal to പറയൂ minus BL. Then D by dt X. dx by dt can be substituted as minus v. So induced EMF is equal to, say, induced EMF is equal to BL into minus BL into minus v. So induced EMF equal to BLV. This is answer of induced EMF. ഇനി ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ എഴുതിയതിനകത്ത് നിങ്ങളിപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു ഇവിടെ മൈനസ് ഇടാതെ എഴുതിയാലോ? മൈനസ് ഇടാതെ എഴുതിയാൽ ഈ dx by dt നിങ്ങൾ എന്തെന്നും എഴുതിയാൽ മതി, v എന്ന് കിട്ടാൽ മതി. അപ്പോൾ ആൻസർ ഇത് തന്നെ വരും, കുഴപ്പമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ലോജിക്ക് വെച്ച് അങ്ങ് എഴുതുക, അത്രേ ഉള്ളൂ. ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ്? ഇൻഡ്യൂസ്ഡ് കറണ്ട്. സോ ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ഇൻഡ്യൂസ്ഡ് കറണ്ട്? കറണ്ട് ഈസ് ഈക്വൽ ടു പറയൂ. കറണ്ട് ഈസ് ഈക്വൽ ടു E by R. Okay, R is resistance. So BLV divided by R. Okay. So what is the direction of the current? To find the direction of current, we use which rule? Fleming's right hand rule. 4-finger magnetic field. This thumb represents motion. Current is downwards. So current is downwards. So this current will be downwards. Okay, current will be downwards.
Then, this is a current carrying conductor. It is placed in a magnetic field. So, definitely magnetic field will exert a force on it. So, which law will use? Fleming's left hand rule. Okay, 4-finger magnetic field, current downwards, force will be towards right. So, force is equal to, what is the equation to calculate force? I L cross B. I L cross B. Okay, means force is equal to, say, I L B sin theta. Okay, then what is the angle between L and B? L is like this, magnetic field is like this. So what is angle between them? 90. So sin 90. So force is equal to ILB. Okay, then F is equal to, what is I? I is equal to BLV by R. So BLV divided by R, then LB. Okay, then force is equal to, force is equal to B square L square V divided by R. This is answer of force. Okay, this force is towards right. Then you are moving your conductor towards left. Am I right? You are moving to this side. Then the force is to this side. Okay, അപ്പോൾ നിങ്ങൾ കണ്ടു എല്ലാം. ഇനി പറയൂ. So you have to spend power. Power is equal to force into velocity. So power is equal to, what is force? B square L square V divided by R. That into V. So power is equal to B square L square V square divided by R. This is a power required for moving your conductor. ഇനി പറയണോ? നന്നായിട്ട് പഠിച്ചില്ലേ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്തതിലേക്ക് പോകാമല്ലോ.